നമ്മുടെ ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഇന്ത്യയുടെ കരാറൊക്കെ എന്നെക്കുറിച്ച് ഒരു വിദേശ രാജ്യമായിട്ടുള്ള കരാറിനെ കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നതും അത് തീരുമാനിക്കുന്നതും ഒന്നും ഇന്ത്യക്കാരിൽ നിന്നും നമ്മുടെ പ്രധാനമന്ത്രിയിൽ നിന്നൊന്നുമല്ല. നമ്മളത് അറിയണമെങ്കിൽ ഡൊണാൾഡ് ട്രംപ് വാ തുറക്കുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. അയാൾ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുമല്ലോ. അയാൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്, യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ നിന്നെ അങ്ങനെ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ യുദ്ധം അവസാനിപ്പിച്ചതെന്ന്. ശരിയാണ്. അബ്രപ്റ്റായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായപ്പോൾ, കാരണം ഇന്ത്യയുടെ ഭാഗത്തല്ല പ്രശ്നം അതുണ്ടായത്, അവരുടെ ഭാഗത്ത് നിന്ന് വളരെ വലിയ പ്രകോപനങ്ങളുണ്ടായി, നമുക്ക് നഷ്ടങ്ങളുണ്ടായിട്ട് പോലും അവരെ അടിച്ച് കിടത്താമായിരുന്നു. അവന്മാർ കണ്ണുറക്കാതെ ആക്കുമായിരുന്നു. പക്ഷേ ട്രംപ് പറഞ്ഞു, വിരട്ടി കണ്ണുരുട്ടി, നിർത്തിക്കോ ഇല്ലെങ്കിൽ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞു. ഉടനെ നിർത്തി എന്ന് ട്രംപ് പറയുന്നു. അതിന് മറുപടി ഉണ്ടല്ലോ, നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് വരെ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. രാഹുൽ ഗാന്ധി ഇത് ഉന്നയിച്ച കാര്യമാണ്, മിണ്ടിയിട്ടില്ല, ഇതിനെക്കുറിച്ച് പറയത്തില്ല, അനങ്ങത്തില്ല, മൗനമാണ്. മൗനം വിദ്വാനും ഭൂഷണം എന്നുള്ളതാണ്. അദ്ദേഹം മൗനി ബാബായിട്ട് ഇങ്ങനെ തുടരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. വരുത്തില്ല നിവൃത്തി ഉണ്ടെങ്കിൽ ആ സമയത്ത് എവിടെങ്കിലും പിന്നെ എക്വഡോറിലോ ബ്രസീലിലോ അവിടെ എവിടെയോ ഒക്കെ ആയിരിക്കും, വിമാനത്തിലായിരിക്കും, വരികയല്ല. കാരണം ഇത് പുറത്ത് പറയാനൊക്കത്തില്ല സംഭവം. ട്രംപ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവർ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്താൻ പറ്റത്തില്ല എന്ന് ഇവിടെ ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം, നമ്മുടെ പിന്നെ വിദേശകാര്യ വകുപ്പ് മന്ത്രി. പക്ഷേ അവസാനം ഇപ്പോൾ ട്രംപ് വിളിച്ചു പറഞ്ഞത് എന്താണെന്നറിയോ? 2 ദിവസം ഇപ്പം ഒരു ദിവസം കഴിഞ്ഞു, മെനഞ്ഞാന്ന് രാത്രി കരാറിനെ കുറിച്ച് ട്രംപ് വിളിച്ചു പറയുകയാണ്. നമ്മളാരും അറിയുന്നില്ല ഇങ്ങനെ കരാറുണ്ടായതായിട്ട്. ഇന്ത്യക്കാർക്കത് അറിയാൻ വേറെ മാർഗമൊന്നുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് പറയണം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. അയാൾ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ കരാറുണ്ടായി, ഇനി അത് 18% തീരുവ 50 നിന്ന് 18% കുറച്ചു ഇന്ത്യൻ സാധനങ്ങളുടെ. ഇന്ത്യ അമേരിക്കൻ സാധനങ്ങളുടെ എല്ലാം 0 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകുന്നതിനൊക്കെ 18% തീരുവ കൊടുക്കണം. നേരെ മറിച്ച് അമേരിക്കയിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്കൊക്കെ 0. നാണമില്ലേ ഇവർക്ക്, ഈ രാജ്യത്തിന്? ഞാൻ ആലോചിക്കുകയാണ്, നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഇങ്ങനൊരു തീരുമാനം ഉണ്ടായത് പോലും നമ്മൾ അറിയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് വായിലൂടെയാണ്, അല്ലാതെ ഇന്ത്യക്കാരുടെ വായിൽ നിന്നല്ല നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിന് കൺഫർമേഷൻ ഉണ്ടായി, ഏതാണ്ട് തീരുമാനമൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ എന്താണ് തീരുമാനം, എങ്ങനെയൊക്കെയാണ്, മിണ്ടിയിട്ടില്ല. ഇതുവരെ ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും വെളി വന്നിട്ടില്ല. അമേരിക്കയിൽ നിന്ന് വീണ്ടും അവർ പറയുന്നുണ്ട്, അവരുടെ വിദേശകാര്യ വക്താവും ഒക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളുണ്ട്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങത്തില്ല, അതങ്ങ് നിർത്തി. ഈ അമേരിക്കയൊന്നും അല്ല, റഷ്യയുമായിട്ട് ഉള്ള വലിയ സഹകരണമാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. വളരെ നല്ല ചുളിവ് വിലയ്ക്ക് എണ്ണ കിട്ടിക്കൊണ്ടിരുന്ന അവിടുന്ന്. ഇനി അതിന് പകരം എന്താ, അമേരിക്ക പിടിച്ചടക്കി വെച്ചേക്കുന്നില്ലേ വെനസ്വേല എന്ന് പറയുന്ന രാജ്യം? ഏറ്റവും ക്വാളിറ്റിയുള്ള എണ്ണ ഉള്ളതാണ് അവിടെ. അത് മുഴുവൻ ഇനി അമേരിക്കയ്ക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും ഇതിന് പകരമായിട്ട് ഇന്ത്യ എണ്ണ വാങ്ങുന്നു. ഇതൊക്കെ ഇയാളങ്ങ് തീരുമാനിക്കായിരുന്നു. പക്ഷെ അയാൾക്ക് തീരുമാനിക്കാം. കാരണം എന്താണ്, ഇവിടുത്തെ മൗനി ബാബ അനങ്ങാതെ ആ പറയുന്നത് മുഴുവൻ കേട്ട് മിണ്ടാതിരിക്കും. വാ തുറന്നാൽ പ്രശ്നമാണ്, വേറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ്, അത് ഞാൻ പറയുന്നില്ല എന്താണെന്നുള്ളത്. വളരെ മോശമായ കാര്യങ്ങളാണ് ഉള്ളത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അത് നമുക്ക് പറയാൻ പറ്റുന്നതല്ല, കാരണം അതിന് സ്ഥിരീകരണമില്ലാത്തതുകൊണ്ട് ഒന്നും പറയാൻ ഒക്കത്തില്ല. അപ്പം ഇങ്ങനെ ഏതായാലും ശരി, ഇങ്ങനെ അമേരിക്കൻ പ്രസിഡന്റിന് കീഴടങ്ങി കിടക്കേണ്ട കാര്യം ഇന്ത്യക്കുണ്ടോ? പണ്ട് ഇന്ദിരാഗാന്ധി അടുത്ത് വിളിച്ച് പറഞ്ഞല്ലോ, നിങ്ങളുടെ കപ്പൽപ്പട അങ്ങോട്ട് അവിടുന്ന് തിരിച്ചു വിളിച്ചില്ലെങ്കിൽ ഇവിടുന്ന് 7ാം കപ്പൽപ്പട അയക്കുന്നു. അവരെണീറ്റ് പറഞ്ഞ്, ഏത് വേണമെങ്കിലും അയച്ചോ, ഇയാൾ വന്നു കഴിഞ്ഞാൽ തിരിച്ചു വിടണോ വേണ്ടെന്ന് ഞങ്ങൾ ആലോചിക്കുമെന്ന് പറഞ്ഞു. തീർന്നു. എന്നിട്ട് എന്തോ ചെയ്തു ഇന്ദിരാഗാന്ധിയെ? അങ്ങനെ നട്ടലുള്ള പ്രധാനമന്ത്രി ഭരിച്ച ഇന്ത്യയാണത്. ഇന്നാണ് ആ നട്ടലിൽ പണയം വെച്ചിട്ട് ഇതേപോലെ ട്രംപിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് പറയുന്നതെല്ലാം അനുസരിക്കുകയാണ്, കേൾക്കുകയാണ്. നാണമില്ലേ എന്ന് നമുക്ക് ആലോചിക്കണം. ഇപ്പം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്നെങ്കിൽ ഇന്ത്യക്ക് വളരെ ലാഭമായിരുന്നു. മാത്രമല്ല, ആ ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഊഷ്മളമായ ബന്ധമാണ്, അല്ലാതെ അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ ഉള്ള ബന്ധമല്ല. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അയാൾ എന്ത് പറയും എന്നുള്ളത് ഓരോ മണിക്കൂറിലും നമ്മൾ നോക്കിയിരുന്നാലേ പറ്റൂ. എന്തിനീ 18%?
ഇന്ത്യക്ക് എന്തുകൊണ്ട് 18% തീരുവ കൊടുക്കണം? ബ്രിട്ടനൊക്കെ വളരെ ചെറിയ തീരുവയാണല്ലോ കൊടുക്കുന്നത്. ഇന്ത്യക്ക് എന്തുകൊണ്ട് 18% ആവണം? പിന്നെ ഇന്ത്യയിലേക്ക് ഒരുപാട് ഇറക്കുമതികളുണ്ട് അമേരിക്കയിൽ നിന്ന്. ആ സാധനങ്ങൾക്കൊക്കെ ഇവർക്ക് ഇഷ്ടമുള്ളത് തീരുവ എടുക്കാം, പക്ഷെ നമ്മൾ 0% ഇറക്കിക്കൊള്ളണം. അതെല്ലാം സമ്മതിച്ചേക്കാണെന്നാണ് പറഞ്ഞേക്കുന്നത് മുഴുവൻ. അതിനി എന്താണെന്നുള്ളതിൻ്റെ വിശദവിവരം വരെ വന്നിട്ടില്ല. വരുമ്പോൾ അറിയാം. വലിയ പൊട്ടിത്തെറി ഉണ്ടാവേണ്ട കാര്യമാണ്. ഇന്ന് ഇത് പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചിട്ട് പാർലമെൻറ്റ് അറിഞ്ഞിട്ടില്ല, ഇന്ത്യയിലെ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. കാരണം ഇത് നമ്മൾ പുറത്തറിയരുത്, ആ രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വന്ന് ഒരു കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. അതറിയണമെങ്കിൽ അമേരിക്കൻ പ്രസിഡൻറ്റ് വിളിച്ചു പറയണം ഇന്നതുപോലെയാണ് കാര്യങ്ങളെന്ന്. ഇപ്പോൾ സ്ഥിതികൾ ആ രീതിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അമേരിക്കയുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു നായയുടെ രൂപമാണ് നമുക്കിപ്പോൾ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് വിദേശ രാജ്യങ്ങളിലുള്ളത്. കാരണം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, വിദേശ രാജ്യങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാറെന്ന് പറയുന്നത് വളരെ വളരെ നല്ല ഒരു കരാറാണ്. അതിനകത്ത് വിരളി പിടിച്ചാണ് ട്രംപ് ഇപ്പം ഈ 18% കുറച്ചേക്കുന്നുള്ളത്. ശരിയാണ്, 18 ആകരുതായിരുന്നു, 0 തരാൻ പറയണം. നിൻ്റെയൊക്കെ സാധനം ഇവിടെ ഇറക്കണമെങ്കിൽ 0 വേണമെങ്കിൽ ഇവിടുന്ന് ഇറക്കുന്നതിനും 0 എന്നെന്തുകൊണ്ട് പറയുന്നില്ല? മാത്രമല്ല, നമ്മുടെ കർഷകർക്ക് പ്രശ്നം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പാൽ ഉൽപ്പന്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ നമ്മുടെ ക്ഷീര കർഷകരൊക്കെയാണ് അതിനകത്ത് സഹിക്കേണ്ടത്. കാർഷിക വിഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഇതിന്ന് മാറ്റി നിർത്തേണ്ടതാണ്. മാറ്റി നിർത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇന്ത്യ ഇന്ന് വരെയും അത് വിട്ടുകൊടുത്തിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ അത് നമ്മൾ തീരുമാനിക്കും എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അയക്കുന്നതിന് എല്ലാം 18%, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിനൊക്കെ 0%. ഈ രീതിയിലൊക്കെ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അസ്തിത്വം തന്നെ, അതായത് സ്വാതന്ത്ര്യം തന്നെ അടിയറ വെക്കുന്നതിന് തുല്യമാണ്. ഇതിനാവശ്യം ഇന്ത്യക്കുണ്ടോ എന്ന് നമ്മളൊന്ന് തീരുമാനിക്കണ്ടേ? അത് മനസ്സിലാക്കണം. ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഇത് പാർലമെൻറ്റിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും വരുന്നില്ലല്ലോ. ഇത് പാർലമെൻറ്റിൻ്റെ ശ്രദ്ധപ്പെടുത്തിയിട്ടില്ലല്ലോ. ഇങ്ങനെ ഇത്രയും വലിയ ഒരു കരാർ ഉണ്ടാകുന്ന വിവരവും ഇങ്ങനൊരു അറേഞ്ച്മെൻ്റ് ഉണ്ടായ വിവരവും പാർലമെൻറ്റിനെ അറിയിക്കാനുള്ളൊരു ബാധ്യത ഭരണ നേതൃത്വത്തിനില്ലേ? അത് വരുന്നില്ലല്ലോ. കാരണം ഇത് പാർലമെൻറ്റിൽ നമ്മുടെ പാർലമെൻറ്റേറിയന്മാർ ഇത് അറിയണം, അവിടെ ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കണം. അവർ നൂതനമായ ആശയങ്ങൾ അതിൽ നിന്ന് ഉടലെടുത്ത് വരും. ഇതല്ലാതെ ഒരാളോ 1-2 പേരോ തീരുമാനിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചു പറയുന്ന വഷളത്തരങ്ങളെല്ലാം കേൾക്കാൻ. അത് കേൾക്കേണ്ടതാണോ നമ്മുടെ രാജ്യം? നമ്മുടെ രാജ്യം കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അമേരിക്ക പറയുന്നത് കേൾക്കാൻ മനസ്സില്ല എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം അതേപോലൊന്ന് പറയാൻ ഉള്ള ധൈര്യം കാണിക്കണം, അതാണ് വേണ്ടത്. അതിന് പകരം അയാൾ പറയുന്ന വഷളന്തരെല്ലാം കേട്ടു, അയാൾ ലോക സമാധാനത്തിനെല്ലാം ചെയ്യുന്നുണ്ടെന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. ശരിയാണ്, അയാൾ ലോക സമാധാനത്തിനെല്ലാം ചെയ്യുന്നുണ്ട്. വെനസ്വേല എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യം, അവിടുത്തെ പ്രസിഡന്റിനെ ഭാര്യയും കൂടെ പിടിച്ച് തുറുങ്കിലടച്ച് അവിടെ വിചാരണ ചെയ്യുകയാണ് അമേരിക്ക കൊണ്ടുപോയി. എന്നിട്ട് ഇവിടെ മുഴുവൻ പിടിച്ചടക്കിയെടുത്ത് അവിടുത്തെ എണ്ണയെല്ലാം ഇനി എനിക്ക് കിട്ടുമെന്ന് പറയുന്നതാണ്. അതാണ് സമാധാനം. കാണുന്നിടത്തെല്ലാം കയറി മൂക്കിട്ട് വരയ്ക്കും. എല്ലാ രാജ്യങ്ങളിലെ പ്രശ്നങ്ങളിലും കയറി ഇടപെട്ടിട്ടാണ് അതാണ് സമാധാനം എന്ന് പറയുന്നത്. ഇതാണോ സമാധാനം? ഇസ്രയേലിനാണ് ഏറ്റവും വലിയ ഗുണമുള്ള സമാധാനമുള്ളത്. നല്ല സമാധാനമുള്ള രാജ്യമല്ലേ ഇസ്രയേൽ? കാരണം അമേരിക്കൻ പ്രസിഡന്റാണ് ഇസ്രയേലിന് സമാധാനമെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ രീതിയിലാണ് ഇന്ന് നമ്മുടെ കാര്യങ്ങളുടെ പോക്ക്. ഏതായാലും ഇതൊരു വല്ലാത്ത അവസ്ഥയിൽ കലാശിക്കും. ഇതിൽ പാർലമെൻറ്റേറിയൻസൊക്കെ ഇതിന് ശക്തിയുക്തം ഇത് ഏർപ്പെടണം. ഇതിന് ട്രാൻസ്പെറൻസി വേണം. കരാറ് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, കരാറ് വേണം. പക്ഷെ അതെന്താണ് കരാറെന്നും അത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ അടിയറ വെച്ചുകൊണ്ടാണോ എന്നും ഉള്ളത് നമുക്കറിയാൻ അവകാശമുണ്ട്. ഡൊണാൾഡ് ട്രംപ് വിളിച്ചു പറയുന്നു റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നില്ലെന്ന്. ഇന്ത്യ വ്യക്തമാക്കണം എന്തുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല എന്ന്. അവർ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ നിന്ന് വാങ്ങുന്നതിന് ഉപരോധമുണ്ട്. ഓക്കെ, ശരി, ഉപരോധം. റഷ്യക്ക് ഉപരോധം ഉണ്ടെങ്കിൽ റഷ്യ പോടാ പുല്ലേന്ന് പറയും. നമുക്കെന്തോ ഉപരോധം? നമുക്ക് ഉപരോധമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതൊരു ശരിയായ കീഴ്വഴക്കമല്ല ഈ കാണിക്കുന്നത്. ശ്രദ്ധിക്കണം, അതനുസരിച്ച് പെരുമാറണം.